കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹമേറിയ ദിവസത്തിൻ്റെ മധ്യാഹ്നത്തോടടുത്ത നിമിഷം ബഹുമാന്യ കർത്തൃഭൃത്യന്മാർ, കടന്നു വന്ന വിശ്വാസികൾ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഇപ്പോൾ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ നമസ്കരിക്കാൻ ഒരുങ്ങിയിരുന്നാൽ നന്ന്, നമസ്കരിക്കാതെ ഇരുന്നാലോ ഈ നാഴികയിൽ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളയും. നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവനാർ. നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആർ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, തന്ന വചനത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മാവെന്ന പകൽ ഞങ്ങളോട് സംസാരിക്കണമേ. ശേഷം ശുശ്രൂഷിക്കുന്ന നിന്റെ ഭക്തനെയും കരങ്ങളിൽ എടുക്കണം. ഒരുമിച്ച് അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ്. ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. പഠിച്ച് അവശരായിരിക്കുന്നവർ പലരും പുറകുവശത്തുണ്ട്. പ്രൈസലോ. എന്നോട് അധ്യാപകർ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കണക്കിൻ്റെ അധ്യാപകനോട് പൈയുടെ വില ചോദിച്ചു. ഞാൻ പറഞ്ഞു 3.14. പ്രൈസലോ. സയൻസ് പഠിപ്പിക്കുന്ന അധ്യാപിക എന്നോട് ചോദിച്ചു പ്രത്യുൽപാദനം എന്നാൽ എന്ത്. ഞാൻ പറഞ്ഞു ഒരു ജീവി അതേപോലുള്ള ഒരു ജീവിയെ സൃഷ്ടിക്കുന്നതിനെയാണ് പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. ജോഗ്രഫി പഠിപ്പിച്ച സാർ എന്നോട് ചോദിച്ചു ഭൂമിയുടെ അന്തരീക്ഷം എന്നാൽ എന്ത്. ബിജു പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഭൂമിയുടെ അന്തരീക്ഷം വായുമണ്ഡലത്താൽ ചുറ്റപ്പെട്ടതാണ്. ഇതിനെ, ഈ വാതക മണ്ഡലത്തെ ഭൂമിയുടെ അന്തരീക്ഷം എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ നമ്മളോട് അധ്യാപകർ ചോദിച്ചിട്ടുണ്ട്. നമ്മളും പലരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ്. നമ്മൾ ദൈവദാസന്മാരോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്താ പാസ്റ്ററെ, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് വിടുതലില്ല? വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ ദാസൻ ഒരു ഫോൺ ചെയ്യുന്ന സമയത്ത് ഞാൻ അടുത്ത് തിരിപ്പുണ്ട്. ഒരമ്മച്ചിയുടെ മോന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു അവൻ ഇംഗ്ലണ്ടിൽ പോകാനായിട്ട് എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവന് മെഡിക്കൽ എടുക്കാൻ പോകുകയെന്ന് പറഞ്ഞു. കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അവൻ മെഡിക്കൽ പാസ്സാകത്തില്ല, അൺഫിറ്റായി പോകുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഓർമ്മയില്ലെങ്കിലും എനിക്കത് ഓർമ്മയുണ്ട്. പ്രൈസലോ. എന്നാൽ കർത്താവിൻ്റെ ദാസൻ അടുത്ത് ഒരു ദൂത് പറഞ്ഞു നിങ്ങളുടെ മോൻ ഓസ്ട്രേലിയയിലേക്ക് പോകുമെന്ന് പരിശുദ്ധാത്മാവെന്നോട് പറയുന്നു എന്ന് ആ മാതാവിനോട് പറഞ്ഞപ്പോൾ ആ മാതാവ് പറഞ്ഞത് അയ്യോ കഷ്ടമായി പോയല്ലോ പാസ്റ്ററെ, എൻ്റെ കുഞ്ഞ് ഇംഗ്ലണ്ടിൽ പോകാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നതാണല്ലോ, കർത്താവ് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനോട് ചെയ്യുന്നത് എന്നൊക്കെ ചോദ്യം ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രൈസലോ. എന്നാൽ വിശുദ്ധ ബൈബിളിൽ ചില ചോദ്യങ്ങളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ചോദ്യങ്ങളെ കുറിച്ച് ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു രാജ്യം മുഴുവനും ഹല്ലേലൂയ അവൻ ദൂര സമഭൂമിയിൽ സ്ഥാപിച്ച സ്വർണ്ണ ബിംബത്തെ അവൻ നമസ്കരിക്കുവാൻ നെബൂഖദ്നേസർ രാജാവ് പുറപ്പെടുവിച്ച കൽപ്പനയുടെ മുൻപാകെ പ്രൈസലോ അവൻ ഹല്ലേലൂയ 3 എബ്രായ ബാലന്മാർ അതിനെ തിരസ്കരിച്ച് മുന്നോട്ട് വന്നപ്പോൾ ചില കൽദായർ വന്ന് രാജാവിനോട് പറഞ്ഞു അല്ലയോ നെബൂഖദ്നേസർ രാജാവേ, നിന്റെ കാര്യാദികൾ ചെയ്യുവാനായി ബാബേൽ സംസ്ഥാനത്തിൽ നിർത്തിയിരിക്കുന്ന എബ്രായ ബാലന്മാർ എന്നറിയപ്പെടുന്ന ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന 3 ചെറുപ്പക്കാർ ബാബേൽ സംസ്ഥാനത്ത് ദൂര സമഭൂമിയിൽ നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിച്ചില്ല. അവരെ ജനാവലിയുടെ നടുവിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നെബൂഖദ്നേസർ രാജാവ് അവരോട് ആ ചോദ്യം ചോദിച്ചിട്ട് അടുത്ത ഒരു ചോദ്യം ചോദിക്കുന്നു. കാഹളം, തമ്പുരു, വീണ, കിന്നരം, നാഗസ്വരത്തിന്റെയൊക്കെ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഈ ബിംബത്തെ നിങ്ങൾ നമസ്കരിക്കണം, അല്ല എങ്കിൽ നിങ്ങളെ എരിയുന്ന തീച്ചൂളക്കകത്തിടുമെന്ന് രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. അങ്ങനെ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചിട്ട് രാജാവ് ഒരു ചോദ്യം ചോദിച്ചു എന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാൻ കഴിയുന്ന ദേവനാര്? എൻ്റെ കയ്യിൽ നിന്നും നിങ്ങളെ വിടുവിപ്പാൻ കഴിയുന്ന ദേവനാര്? അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല.
ഒരു ചോദ്യം മാത്രം നിങ്ങളുടെ മുന്നിൽ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വേദവാക്യങ്ങൾ ഒരാളൊന്ന് വായിച്ചാട്ടെ. 2 രാജാക്കന്മാർ 4-ാം അധ്യായം 1 മുതലുള്ള വേദവാക്യങ്ങൾ. ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരന് എന്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒറ്റ ചോദ്യമേ എലീശ ചോദിച്ചുള്ളൂ. എലീശയുടെ കൂടെ ശുശ്രൂഷയ്ക്ക് മുൻപന്തിയിൽ നിന്ന് ഒരു പ്രിയപ്പെട്ട പ്രവാചക ശിഷ്യൻ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഭാര്യ കടഭാരത്താൽ ഭാരപ്പെട്ട് 2 കുഞ്ഞുങ്ങളെയും കടക്കാര് പിടിച്ചു ബന്ധിച്ചു കൊണ്ടുപോകുക വീട്ടിൽ കാലുകുത്തിയ സന്ദർഭത്തെ അവൾ എലീശയുടെ അടുത്ത് വന്നിട്ട് പറയുന്നു, യജമാനനെ, കടക്കാര് എന്റെ വീട്ടിൽ കടന്നു വന്നിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? എലീശ ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, നിന്റെ ഭവനത്തിൽ എന്തുള്ളൂ? ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം? ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ഈ ദൈവ സഭയോട് ദൈവ ജനത്തോട് ആത്മാവ് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണം? കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമാണോ? സാമ്പത്തിക കടഭാരമാണോ? നിന്റെ രോഗത്തിന് വിടുതലാണോ? അത് ചെയ്തു തരുക ഞാൻ സർവശക്തനായ ദൈവമാണ്. അടുത്ത ചോദ്യം അവളോട് എലീശ ചോദിക്കുന്നത്, നിന്റെ ഭവനത്തിൽ എന്തുണ്ട്? നിന്റെ ഭവനത്തിൽ എന്തുണ്ടെന്ന് റോയി പാസ്റ്റർ ചോദിച്ചാൽ നിന്റെ ഭവനത്തിൽ എന്തുണ്ടെന്ന് ബാബു മാത്യു പാസ്റ്റർ ചോദിച്ചാൽ നിന്റെ ഭവനത്തിൽ എന്തുണ്ടെന്ന് ഇവിടുത്തെ സഭയുടെ പാസ്റ്റർ ചോദിച്ചാൽ എത്ര സഹോദരിമാര് നേര് പറയൂ? എത്ര സഹോദരിമാര് യാഥാർത്ഥ്യം പറയൂ? എവള് പറയുന്നു, ഒരു ഭരണ എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ എലീശ പറഞ്ഞു, ഭവനത്തിനകത്ത് ചെന്ന് ബന്ധിക്കാൻ കൊണ്ടുവന്നവരുടെ മുന്നിൽ ബന്ധനങ്ങളെ ഹരിക്കുന്ന എണ്ണയുടെ അഭിഷേകം നിന്റെ ഭവനത്തിനകത്ത് നിന്ന് വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. ഇവളോട് എലീശ പറയുന്നത്, ചുറ്റുമുള്ള ഭവനങ്ങളിൽ ചെന്നിട്ട് വെറും പാത്രം മേടിച്ചുകൊണ്ട് വരാൻ. ചുറ്റുമുള്ള ഭവനത്തിൽ കയറാനുള്ള യോഗ്യതയുള്ളവളായിരിക്കണം. ചുറ്റുമുള്ള ഭവനത്തിൽ കയറാൻ യോഗ്യത എന്ന് പറയുന്നത് മറ്റുള്ള ഭവനക്കാരുമായി നമുക്ക് സ്നേഹബന്ധമുണ്ടാകണം, നമുക്ക് സഹകരണം ഉണ്ടാകണം. ഞാനേതോ പെന്തക്കോസുകാരിയ, ഞാനേതോ പ്രാർത്ഥനക്കാരിയ, ഞാനേതോ ആത്മാവിന്റെ അഭിഷേകത്തെ നിറഞ്ഞവള എന്ന് പറഞ്ഞ് തലക്കനം കാണിക്കാതെ നിന്റെ ഭവനത്തിനകത്ത് എണ്ണ മറ്റുള്ള ഭവനത്തിൽ ഒന്ന് വ്യാപരിക്കുമ്പോൾ ഒരു കാര്യം നീ മനസ്സിലാക്കണം, നിന്റെ ഭർത്താവ് മരിച്ചുപോയി, ശരിയാണ്. കടക്കാരൻ നിന്റെ വീട്ടിൽ വന്നു, അത് ശരിയാണ്. മക്കളെ ബന്ധിച്ചു, ശരിയാണ്. പക്ഷേ നിന്റെ ഭവനത്തിൽ മാത്രമേ എണ്ണയുള്ളൂ. നിന്റെ ഭവനത്തിൽ മാത്രമേ എണ്ണയുള്ളൂ. നിന്റെ ഭരണിക്കകത്ത് മാത്രമേ എണ്ണയുള്ളൂ. പക്ഷെ ചുറ്റുപാടുള്ള ഭവനത്തെക്കുറിച്ച് എലീശ പറയുന്നത് വെറും പാത്രമാണ്. മോടിയുണ്ട്, കാണാൻ ഭംഗിയുണ്ട്, ആകാര സൗഷ്ഠവമുണ്ട്, സൗന്ദര്യമുണ്ട്, സാമ്പത്തികമുണ്ട്, മോടി പിടിപ്പിച്ച വീടുകളൊക്കെ ഉണ്ട്. പക്ഷെ അകത്ത് വെറും പാത്രമാണ്. പ്രാർത്ഥിക്കുന്ന നിന്റെ വീട്ടിൽ, പ്രവാചകന്റെ വീട്ടിനകത്ത എണ്ണ, പ്രാർത്ഥിക്കുന്നവന്റെ വീട്ടിനകത്ത എണ്ണ, കരയുന്നവന്റെ വീട്ടിനകത്ത എണ്ണ. ഈ എണ്ണ വ്യാപരിക്കാൻ പോകുകയാണ്. ഈ എണ്ണ ചുറ്റുപാടും വ്യാപരിക്കാൻ പോകുകയാണ്. ഏനാട്ട് പട്ടണത്തിൽ വ്യാപരിക്കാൻ പോകുകയാണ്. അടുത്തുള്ള ഭവനങ്ങളിൽ വ്യാപരിക്കാൻ പോകുകയാണ്. ഓടി വന്ന് എലീശയുടെ അടുത്ത് ചോദിക്കുന്നു, കടക്കാരി വീട്ടിൽ കടന്നു വന്നു, കുഞ്ഞുങ്ങളെ ബന്ധിച്ചിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്തു തരണം? രണ്ടാമത്തെ ചോദ്യം, നിന്റെ ഭവനത്തിൽ എന്തുള്ളൂ? എസ്തേറിന്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതലുള്ള വേദവാക്യം കൊണ്ടൊന്ന് വായിച്ചു.
മൂന്നാം ദിവസം എസ്തേർ രാജവസ്ത്രം ധരിച്ചും കൊണ്ട് രാജധാനിയുടെ അകത്ത് പ്രാകാരത്തിൽ ചെന്ന് രാജഗൃഹത്തിന്റെ നേരെ നിന്നു. രാജാവ് രാജധാനിയുടെ രാജഗൃഹത്തിന്റെ വാതിലിന് നേരെ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. എസ്തേർ രാജ്ഞിയെ പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവൻ അവളോട് കൃപ തോന്നി തന്റെ കയ്യിലിരുന്ന പൊൻചെങ്കോൽ രാജാവ് എസ്തേറിന്റെ നേരെ നീട്ടി. എസ്തേർ അടുത്തിരുന്ന ചെങ്കോലിന്റെ അഗ്രം തൊട്ടു. രാജാവ് അവളോട്, എസ്തേർ രാജ്ഞിയെ എന്തു വേണം? എന്താകുന്നു നിന്റെ അപേക്ഷ? എസ്തേർ രാജ്ഞിയെ എന്തു വേണം? എന്താകുന്നു നിന്റെ അപേക്ഷ? രാജ്യത്തിന്റെ പകുതിയോളമായാലും ഞാൻ നിനക്ക് തരാം. ഇന്നത്തെ രാജ്ഞിമാരാന്നെ പറയും, എന്തിന്റെ പകുതിയാക്കുന്ന മുത്തോഞ്ഞി ഒന്നും ഇടായിരുന്നോ? മുത്തോഞ്ഞിതാന്ന് പറയും. ചരിത്രം പഠിക്കുമ്പോൾ 127 സംസ്ഥാനത്തിൽ 66ാമത്തെ സ്റ്റേറ്റാണ് ഇന്ത്യ മഹാരാജ്യം, ഹിന്ദുദേശം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അന്തഃപുരത്തിനകത്തിരുന്ന് ഉപവസിക്കുന്ന എസ്തേർ രാജ്ഞി 3 ദിവസം ഉപവാസത്തിന് ശേഷം രാജവസ്ത്രം, രാജ്ഞിയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് 30 ദിവസത്തേക്ക് രാജാവിന്റെ അടുത്തേക്ക് ആർക്കും ചെല്ലാൻ കഴിയത്തില്ല എന്നുള്ള മേത്യരുടെയും പാസിരുടെയും നിയമം നിലനിൽക്കുന്ന സന്ദർഭത്തെ 3 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് അവൾ ആഭരണ വിഭൂഷിതയായി കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ചെന്നപ്പോൾ രാജാവിന്റെ കയ്യിലിരുന്ന പൊൻചെങ്കോൽ അവൾക്ക് നേരെ നീട്ടി. എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എസ്തേറേ നിന്റെ ആഗ്രഹമെന്ത്? എസ്തേറേ നിന്റെ ആഗ്രഹമെന്ത്? ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന എസ്തേറുമാരുണ്ടോ? പ്രാർത്ഥിക്കുന്ന മാതാക്കന്മാരുണ്ടോ? ദൈവത്തിന്റെ ചോദ്യം നിന്നോട് ചോദിക്കുകയാ, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണോ? എസ്തേർ രാജ്യത്തിന്റെ പകുതിയൊന്നും ചോദിച്ചില്ല. എസ്തേർ പറഞ്ഞു, ഞാനൊരു വിരുന്ന് ഒരുക്കുന്നുണ്ട്, യജമാനൻ വരണം. യജമാനന്റെ സിംഹാസനത്തോട് സമരസപ്പെടുത്തിയിരിക്കുന്ന ഹാമാനെ കൂടെ കൊണ്ടുവരണം. ഹാമാന്റെ ഭാര്യയുടെ അടുത്ത് ചെന്ന് ഹാമാൻ പറഞ്ഞു, എന്നെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ, വേറെ ആരെയും വിളിച്ചിട്ടില്ല. സ്തോത്രം. അവൻ്റെ അവസാനത്തെ വിരുന്ന ദൈവ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കുന്നവനെതിരെ മൊർദെഖായിക്കെതിരെ കഴുകുമരം ഒരുക്കിയവന്റെ അവസാനത്തെ വിരുന്നായിരുന്നു. പകൽ എൻ്റെ കയ്യിൽ നിന്ന് വിടിപ്പിക്കാൻ കഴിയുന്ന ദേവനാണ്. സ്തോത്രം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവസരം ഒരുക്കി തന്ന കർത്താവിൻ്റെ ദാസനോട് നന്ദി പറയുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.